ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു നെയിൽ ഡിസീസാണ് കുഴിനഖം. നിങ്ങളിൽ പലർക്കും അത് ഉണ്ടായിരുന്നിരിക്കാം. ഇത് പ്രധാനമായും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നെയിലിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ, അതായത് സ്കിന്നിൽ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അത് കുഴിനഖമായി മാറുന്നത്. ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 6 കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ, നമ്മൾ നഖം വെട്ടുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിൻ്റെ നഖത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സ്കിന്നിൽ പോറലോ അല്ലെങ്കിൽ മുറിവ് ഉണ്ടാകുമ്പോൾ അതിലൂടെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് കടന്ന് അത് ഭാവിയിൽ കുഴിനഖം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്ന അവസ്ഥ. പാത്രം കഴുകുക അല്ലെങ്കിൽ തുണി അലക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈകളിൽ ഈർപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് കുഴിനഖം ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നഖം കടിക്കുന്നതാണ്. അത് നഖം കടിക്കുക അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്കിന്ന് കടിച്ചു വലിക്കുക, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന ശീലമാണ്. ഈ ശീലം ഉള്ളവർക്കും കുഴിനഖം സാധാരണയായി കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് കുഴിനഖം വരുന്നതും ഒഴിവാക്കാൻ പറ്റും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ അതായത് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് കൈകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുഴിനഖം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് സലൂണിലും ബ്യൂട്ടി പാർലറിലൊക്കെ ചെന്ന് മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ടൂൾസ് സാനിറ്റൈസ് ചെയ്യാത്തതാണെങ്കിൽ അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്തതാണെങ്കിൽ അത് ഉപയോഗിച്ച് നഖം വൃത്തിയാക്കുന്നതിലൂടെ ബാക്ടീരിയയും ഫംഗസും ഒക്കെ കടന്ന് കുഴിനഖം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആറാമത്തേതും അവസാനത്തേതുമായ കാരണം, നമ്മൾ ടൈറ്റായിട്ടുള്ള ഷൂസൊക്കെ ഇടുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കാലുകൾക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാവുകയും നമ്മുടെ ടോസിലുള്ള നഖം ഉള്ളിലേക്ക് വളരാനുള്ള സാധ്യത, അതായത് ഇൻഗ്രോൺ നെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും അതുകൊണ്ട് തന്നെ കുഴിനഖം ഉണ്ടാവുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈർപ്പം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസും സോപ്പൊക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന കുഴിനഖം നമ്മുടെ കൈകളെ മാത്രമല്ല മറിച്ച് നമ്മുടെ കാലുകളിലെ നഖത്തെയും സ്ട്രോങ് ആയിട്ട് തന്നെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കുഴിനഖം ഉണ്ടാകാറുള്ള വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കോട്ടൺ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് ഒപ്പിയെടുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സംഭവം ഉള്ളതെങ്കിൽ, കുഴിനഖം ഉള്ളതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് കൃത്യമായ ഒരു മെഡിക്കൽ ചികിത്സ തേടേണ്ടതുണ്ട്. ഇതുപോലുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.